ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഇന്ന് എൻ്റെ മുത്ത് മോമിനിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഹക്കിടപാടില്ലേ ഒരുപാട് പരാജയപ്പെട്ട ആളുകളുണ്ട്. അവരൊരുപാട് നല്ല സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലും ആങ്ങള പെങ്ങന്മാർ ഉമ്മ ബാപ്പന്മാർ എല്ലാവരും കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് വന്ന് ബാപ്പി ഉമ്മയൊക്കെ മരിച്ചതിന് ശേഷം സ്ഥലം ഊരി വെക്കുമ്പോൾ അവർ വല്ലാത്തൊരു വിഷമത്തിലാണ്. സഹോദരിമാർ ഒരുപാട് വിഷമത്തിലാണ്. ചില വീടുകളിൽ സഹോദരന്മാർക്കാണ് വിഷമങ്ങൾ. അവർക്ക് ഇഷ്ടമുള്ളത് ആര് ബാപ്പ അമ്മ ഒന്ന് തൃപ്തിപ്പെട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആങ്ങളമാർ ഏറ്റവും വേണ്ടാത്ത സ്ഥലം പെങ്ങന്മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. പല രീതിയിലാട്ടോ. ഞാൻ ഒരു ഉദ്ദേശം വെച്ച് പറയില്ല. ഓരോ വീടുകൾ ഓരോ ഉദ്ദേശത്തിലാണ്. അവർക്ക് തോന്നിയ പോലെ കൊടുക്കുന്ന രീതി ശൈലിയല്ലല്ലോ. നമ്മൾ ഇസ്ലാം പ്രകാരം ഒരു ഹക്കിടപാടുണ്ടല്ലോ, അത് നല്ല റാഹത്തോടും സന്തോഷത്തോടും കൊടുത്താൽ എല്ലാവർക്കും നല്ല ഐക്യത്തിലുള്ള ജീവിതമാവും. ഇത് കുറച്ചധികം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് അനുഭവിക്കൂല. പൊന്നാര മക്കളെ, ഒരാളും അനുഭവിക്കൂല. അങ്ങനെ ഈ പെങ്ങൾക്ക് ഇന്നും മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ ആ വിഷമം തീരാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഏത് പ്രയാസത്തിലും ആ കുടുംബം നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ദിക്റാണ്. അപ്പോൾ ഈ ദിക്റിലൂടെ നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഹക്കിടപാടിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇന്ന് പണത്തിന് വേണ്ടി തല്ലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന കാലഘട്ടത്തിലാണ്. അവരാ ചെറുപ്പത്തിലുള്ള ആ ജീവിതശൈലി ഒന്ന് ആലോചിച്ചാൽ വല്ലാത്തൊരു സന്തോഷമാണ്. നല്ല ജീവിതത്തിലായിരിക്കും അവരൊക്കെ വന്ന് വളർന്ന് വലുതായി ഉമ്മയും ബാപ്പയൊക്കെ മരണപ്പെട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് ചെറിയ ഒരു തട്ടിപ്പും വെട്ടിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കുന്ന വീടുകളുണ്ട്. നമ്മളെ കുടുംബത്തിൽ തന്നെ ഓരോരുത്തർ ആലോചിച്ചാൽ തന്നെ പല വീടുകളിലും ഉണ്ട് കേട്ടോ. ഇനി ഇല്ലാത്ത നല്ല ഐക്യത്തിൽ നിൽക്കുന്ന വീടുകൾ ഇന്നും ഉണ്ട് കേട്ടോ, അതുമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന ഓരോ ആളുകളിലും ഈ ഒരു ദിക്റിനെ പ്രാവർത്തികമാക്കുക. ഞായറാഴ്ച ദിവസങ്ങൾ രാവിലെ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് 1001 പ്രാവശ്യം ഓതി അള്ളാഹുവിൻ്റെ മുന്നിൽ മനം ഉരുകി ദുആ ചെയ്യുക. അള്ളാഹു നിങ്ങളിലേക്ക് ഐക്യമുള്ള ഹക്കിടപാടിൽ നിന്നും പെടുത്താതെ നല്ല ഐക്യത്തോടുള്ള സ്നേഹത്തോടുള്ള ജീവിതശൈലി നിങ്ങളിലേക്ക് നൽകും. അത് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുത്ത് മോമിനിങ്ങൾ എന്തിനാണോ പ്രയാസപ്പെടുത്തുന്നത് ആ പ്രയാസം നിയ്യത്ത് വെക്കുക. ആ നിയ്യത്തിലൂടെ റബ്ബ് നിങ്ങളിലേക്ക് നൽകും. ചില വീടുകളിൽ ആങ്ങള വന്നിട്ട് കുറേ നാട്ടിൽ മുഴുവൻ നല്ല പ്രചരണമുള്ള ആളായിരിക്കാം. അവർ നാട് മുഴുവനും നല്ല ഐക്യത, പക്ഷേ ആ ഒരു പെങ്ങളെ പോലും കാണാൻ പോയിട്ടുണ്ടാവില്ല. ഇനി പെങ്ങളാണെങ്കിലോ വീട് മുഴുവനും ഓടി നടക്കുന്ന പെങ്ങളായിരിക്കാം. അവരാങ്ങളുടെ മോൻ്റെ കല്യാണോ മോളെ കല്യാണോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. ആർക്ക് വേണ്ടി പൊന്നു മക്കളെ, നിങ്ങൾ ആ ആങ്ങളെയും പെങ്ങളൊന്നും അങ്ങനെ ഓർത്ത് നോക്കിയാൽ മതി. അവരെ ചെറുപ്പത്തിലുള്ള ആ ഒരു കാലഘട്ടം, അവരെ ഉമ്മയും ബാപ്പയും എല്ലാവരോടും ഒന്നിച്ച് മദ്രസ സ്കൂളിലൊക്കെ പോയിരുന്ന ആ ഒരു കാലഘട്ടത്തേക്കൊന്ന് കണ്ണോടിച്ച് നോക്കുക. ആ ഒരു സന്തോഷം കണ്ടതിന് ശേഷം പിന്നെ റബ്ബിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. ഇതൊക്കെ ആർക്ക് വേണ്ടി? ഇത് ആർക്ക് വേണ്ടി? നമ്മളെ ഖബറിലേക്ക് നമ്മൾ എന്താ കൊണ്ടുപോവുക? നമ്മളെ മഹ്ശറയിലേക്ക് നമ്മൾ എന്താണ് നമ്മൾ കൊണ്ടുപോവുക? എടുത്ത ഇബാദത്തിൽ എന്തെങ്കിലും മിച്ചം കിട്ടിയാൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ. ആർക്ക് വേണം അല്ലേ? ജീവിക്കണമെങ്കിൽ ഇതൊക്കെ വേണം, അതൊക്കെ ശരി തന്നെ. പണവും പ്രതാപവും എല്ലാം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണം. പക്ഷെ ഒരു തുള്ളി, ഒരു നായ് മണ്ണിന് വേണ്ടി തല്ലുന്ന കാലഘട്ടമാണ്. അപ്പോൾ എൻ്റെ മുത്ത് മോമിനിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളും ഈ ഒരു പ്രശ്നത്തിലൊന്നും പങ്കാളികളാവരുത്. വിട്ടുകൊടുക്കാനുള്ളത് വിട്ടുകൊടുക്കുക, എടുക്കാനുള്ളത് വാങ്ങുകയും ചെയ്യാം. വാങ്ങാൻ ഏതറ്റത്തും പോയി ആങ്ങളനെ തരാത്ത ആളെ നാണം കെടുത്തി അങ്ങനെയൊന്നും ചെയ്യാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റ് ചൊല്ലി ഞായറാഴ്ച ദിവസം നിരന്തരം ചൊല്ലാം. അപ്പോൾ രാവിലെ ചൊല്ലാൻ സമയമില്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്ക് ചൊല്ലി തീർക്കുക. എന്നിട്ട് നിങ്ങളെ നിയ്യത്ത് ഇത് മാത്രം നല്ല ഹലാലായ രൂപത്തിൽ, ഇഷ്ടപ്പെട്ട രൂപത്തിൽ കിട്ടണം എന്ന ആ ഒരു മോഹത്തോട് കൂടി ചൊല്ലുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ആ മുതൽ നല്ല റാഹത്തിൽ കിട്ടും. അത് മതി, നല്ല റാഹത്തായ മുതലായി കിട്ടും. അത് അള്ളാഹു ഹലാലാക്കി തരും നിങ്ങൾക്ക്. അതുകൊണ്ട് നല്ല ചെറിയ ഒരു ദിക്റാണ്.
ഇതിൻ്റെ ഫലം വളരെ വലുതുമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുത്തു മോമിനിയങ്ങൾ പ്രയാസപ്പെടുന്ന ആരുണ്ടെങ്കിലും അവർക്കിത് എത്തിച്ചു കൊടുക്കുക. അവരും ചെല്ലട്ടെ, അവരിലും നല്ല സന്തോഷവും സമാധാനവും നൽകട്ടെ. ഇത് ഞാൻ എത്തിക്കുമ്പോൾ എന്നിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു കൂലി ഉണ്ടല്ലോ, ആ കൂലി നിങ്ങൾക്കും കിട്ടട്ടെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുത്തു മോമിനിയങ്ങൾ ആരാണെങ്കിലും ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആ വ്യക്തികൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അവരും കൂടി ചൊല്ലിയിട്ട് അവരിലേക്ക് നല്ല ഹലാലായ മുതലാവട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഓരോ ദിവസം ചൊല്ലുന്നത് വിട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 4-5 ദിവസത്തും കൂടി വിട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസത്തിലും 1001 ദിക്ർ മാറി മാറി ചൊല്ലാനാണ് ആ ഹദീസിലുള്ളത്. അതുകൊണ്ട് എൻ്റെ മുത്തു മോമിനിയങ്ങൾ ഡെയിലി ഒന്ന് ശ്രദ്ധിച്ച് ഒരു പേജിൽ എഴുതി വെച്ചാൽ എന്നും നിരന്തരം ഒരു 1001 പ്രാവശ്യമല്ലേ, വെറും 20 മിനിറ്റ്, ഏറിപ്പോയാൽ അരമണിക്കൂർ മതി. അത് നല്ല ഹൃദയത്തിൽ കൊള്ളിച്ച് ചൊല്ലണം കേട്ടോ. ചൊല്ലാൻ തീർത്ത് പോയാൽ പോരാ, ഹൃദയത്തിൽ കൊള്ളിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നൊരു ഓർമ്മയിലൂടെ, നല്ല ഒരു തഖ്വയിലൂടെ, കൂടി നല്ല ശുദ്ധ മനസ്സോട് കൂടി. ഫോണൊന്നും കൂടെ വെക്കരുത്. ഈ ഫോൺ ചില സമയത്ത് വല്ല ഇബ്ലീസിൻ്റെ പണിയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടെ വെക്കാതെ, മെസ്സേജ് ശ്രദ്ധിക്കാതെ, വേറെ ഏതോ ലോകത്താണ് നമ്മൾ ചെല്ലുന്നത് ഇവിടെയാണ് എന്നൊന്നും അങ്ങനെയൊന്നും ചെയ്തു പോകരുത്. ചെല്ലുകയാണെങ്കിൽ നല്ല തഖ്വ, ഇല്ലെങ്കിൽ നിങ്ങൾ ചൊല്ലിയില്ലെങ്കിലും ചെല്ലുന്നത് നല്ല തഖ്വയിൽ ചെല്ലാൻ ശ്രമിക്കുക. നല്ല ഫലം നിങ്ങളിലേക്ക് എത്തും, അതെനിക്കുറപ്പാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ചത്തെ ദിക്റും കൂടി പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലുക. ഞാൻ നിങ്ങളിൽ നിന്നും അള്ളാഹുവെ നമ്മളെല്ലാവരെയും അള്ളാഹു യഥാർത്ഥമായ മുഅ്മിനായി മുസ്ലിമായി ഈമാൻ സലാമത്താക്കി മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഖ്വയോട് കൂടി മരിക്കുന്ന കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.